എന്താണ് ഡെലിഗേഷൻ? ഒരു ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്തതിന് സഹായിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യുന്നതിന് ഡെലിഗേഷൻ കൂടിയേ തീരൂ. ഈ ഡെലിഗേഷൻ ഒരു പ്രോസസ്സാണ്. വ്യക്തമായ 5 സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിഗേഷൻ പോസിബിൾ ആക്കാം. ഡെലിഗേഷൻ വ്യക്തമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു ഭാഗമോ എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായി പഠിച്ചിരിക്കണം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഐ ഡു എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അതായത് എന്താണ് നമ്മൾ ഒരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ വ്യക്തമായി ചെയ്തു നോക്കുകയും എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി പഠിക്കുകയുമാണ് ആദ്യത്തെ പ്രോസസ്സ്. നമ്മൾ ഇത് വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഈ സ്റ്റെപ്പിൽ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുമായി ചേർന്നിട്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അവിടെ വരുന്നത് ഐ ഡു ആൻഡ് യു വാച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് വരുന്നത്. നമ്മൾ തന്നെ ഈ പ്രോസസ്സ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. ഈ സമയത്ത് അവരെ ഒബ്സർവൻ്റായി നമ്മൾ സൈഡിൽ നിർത്തും. നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ആക്ഷൻസ് എടുക്കേണ്ടത്, ഡിസിഷൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ ആൾക്ക് നമ്മൾ ഐഡിയ കൊടുക്കും. ഐ ഡു യു വാച്ചിന് ശേഷം വരുന്ന മൂന്നാമത്തെ സ്റ്റെപ്പാണ് വി ഡു എന്ന് പറയുന്ന പ്രോസസ്സ്. വി ഡു എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഡെലിഗേറ്റ് ചെയ്യുന്ന വ്യക്തിയും ഡെലിഗേറ്റ് ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയും ഒരുമിച്ച് ചേർന്ന് ആ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഇതിൽ ഡെലിഗേഷൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സാണ്. ആ ഘട്ടം എത്തുമ്പോഴേക്കും യു ഡു ഐ വാച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരുന്നു. ഡെലിഗേറ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി കംപ്ലീറ്റ് ആയി ആ പ്രോസസ്സ് എടുത്ത് ചെയ്യുകയും നമ്മൾ ഒരു ഒബ്സർവൻ്റായി നമ്മൾ സൈഡിൽ നിൽക്കുകയും ചെയ്യും. ഈ സമയത്ത് ആ പ്രോസസ്സുകളിൽ വരുന്ന ചേഞ്ചുകളോ അല്ലെങ്കിൽ മിസ്റ്റേക്കുകളോ നമ്മൾ വ്യക്തമായി ആൾക്ക് ചൂണ്ടിക്കാണിച്ച ശേഷം അത് കറക്റ്റ് ചെയ്യുന്ന സ്റ്റേജാണ് ഈ നാലാമത്തെ സ്റ്റേജ്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് യു ഡു എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. യു ഡു എന്ന് പറയുന്ന സ്റ്റേജിൽ ഡെലിഗേഷൻ കംപ്ലീറ്റ് ആവുകയും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗം കംപ്ലീറ്റ് ആയി ആൾക്ക് ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കുകയും വേണം. ഒരിക്കൽ നമ്മൾ ആൾക്ക് അതിൽ ഡെലിഗേറ്റ് ചെയ്തു കൊടുത്താൽ നമ്മൾ അതിൽ ഇൻ്റർവീൻ ചെയ്യുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കണം. ഈ ഡെലിഗേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 പോയിന്റുകൾ കൂടിയുണ്ട്. നമ്മൾ ആർക്കാണോ ഈ പ്രോസസ്സുകളോ റെസ്പോൺസിബിലിറ്റികളോ ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ളത് ഇയാൾ വ്യക്തമായ ഓണർഷിപ്പ് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. രണ്ടാമത്, നമ്മളുടെ ഓർഗനൈസേഷൻ്റെ വിഷനെ കുറിച്ച് ആൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗത്ത് നമ്മളുടെ ഓർഗനൈസേഷനിൽ വിഷനുള്ള ആൾ ഡിസിഷൻ എടുക്കുന്നത് പോലെ ചിലപ്പോൾ ഇയാൾ ഡിസിഷൻ എടുത്തുകൊള്ളണം എന്നില്ല. മൂന്നാമതായി, വ്യക്തമായ റിപ്പോർട്ടിങ്ങുകൾ നമ്മൾ അതിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. ആൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി നമുക്കതിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റും. ഡെലിഗേഷൻ ഒരിക്കലും ആക്സിഡൻ്റലി നടക്കേണ്ട ഒരു കാര്യമല്ല. വ്യക്തമായ പ്ലാനിങ്ങിലൂടെയും എഫേർട്ടിലൂടെയാണ് അത് നടപ്പിലാക്കിയെടുക്കേണ്ടത്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഡെലിഗേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പുകൾ പ്ലാൻ ചെയ്താൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെലിഗേഷൻ ചെയ്തെടുക്കാൻ സാധിക്കും.